ശരണം അമ്മേ, ഏതെല്ലാം വക്രമാർഗം കരുതി വരുമിവർ, ഞാൻ അറിഞ്ഞിലയമ്മേ. ചേതസ്സിൽ ഭീതിയുണ്ടീരി പുനിവഹമുടൻ പോക്കുമെന്നോർപ്പു നിത്യം. യാതൊന്നും തന്നെ കാണാനറിവു പകരുവാനീ എനിക്കാരുമില്ലൻ മാതാവേ. കാത്തുരക്ഷിക്കുക കടലിണയിൽ കിണനായി വീണൊരെന്നെ. ദേവീ ശരണമമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. ഏകാദശ സ്കന്ധത്തിലെ 7-ാമത്തെ അധ്യായമാണ് ഇന്നു മുതൽ അവലോകനം ചെയ്യുന്നത്. ഗായത്രി സഹസ്രനാമം ആണ് കഴിഞ്ഞ 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇന്നലെ അവലോകനം ചെയ്തു നിർത്തിയത്. അത്യുത്തമമായിട്ടുള്ള ഗായത്രി സഹസ്രനാമത്തിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അടുത്ത ഈ അധ്യായത്തിൽ ദീക്ഷാവിധികളെക്കുറിച്ചാണ് പറയണത്. ഗായത്രി സഹസ്രനാമം കേട്ടറിഞ്ഞ നാരദൻ എല്ലാ വർണ്ണത്തിലുള്ളവർക്കും സ്ത്രീകൾക്കും ഒരുപോലെ അനുസരിക്കേണ്ടതായിട്ടുള്ള സാമാന്യ നിയമങ്ങൾ എന്തെല്ലാമാണ് എന്ന് വിസ്തരിച്ച് പറഞ്ഞാലും ഉത്തമമായിട്ടുള്ള ദീക്ഷാവിധിയെക്കുറിച്ച് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതിനെ ദീർഘമായിട്ട് പറഞ്ഞു തരണം വിസ്തരിച്ച് എന്ന് അപേക്ഷിച്ചപ്പോഴാണ് നാരായണ ഋഷി ആ ദീക്ഷാവിധിയെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ ദീർഘമായിട്ട് അവലോകനം ചെയ്യുന്നത്. ഇതിൻ്റെ കാതലായിട്ടുള്ള ചില ഭാഗങ്ങളെ മാത്രം നമുക്ക് അവലോകനം ചെയ്യാം. ദീക്ഷാവിധികളെക്കുറിച്ച് പറഞ്ഞു തരാം, കേട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നാരദനെ ഉപദേശിക്കണു. ദിവ്യ ജ്ഞാനം ഏകുന്നതും പാപം ക്ഷയിപ്പിക്കുന്നതും എന്തോ അതാണ് ദീക്ഷ എന്ന് വേദതന്ത്രാദികളിൽ ജ്ഞാനികൾ പറഞ്ഞിട്ടുണ്ട്. അനേകം ഉത്തമമായിട്ടുള്ള ഫലങ്ങൾ നൽകുന്ന ഈ ദീക്ഷ അനുഷ്ഠിക്കുക തന്നെ വേണം. ഇക്കാര്യത്തിൽ ഗുരു ശിഷ്യന്മാരെ ഇരുവരും അത്യന്തം ശുദ്ധരായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വിദ്യാവണ്ണം പ്രഭാതകൃത്യം നിർവഹിച്ച സ്നാനം, സന്ധ്യാവന്ദനം തുടങ്ങിയവ യഥാവിധി ചെയ്യണം. അതിനുശേഷം മൗനമായി ജലാശയ തീരത്ത് നിന്ന് വീട്ടിലേക്ക് വന്ന് യാഗം ചെയ്യേണ്ട സ്ഥലത്ത് ഒരു നല്ല ഇരിപ്പിടമിട്ട് അതിൽ ഇരുന്ന് ആചമന്യവും പ്രാണായാമവും ചെയ്ത് ഗന്ധപുഷ്പാദികളിലിട്ട ജലം 7 തവണ അസ്ത്രമന്ത്രം ജപിച്ച് തീർത്ഥമാക്കണം. പിന്നെ ആ തീർത്ഥത്തെ മന്ത്രം ജപിച്ചുകൊണ്ട് മണ്ഡപദ്വാരങ്ങളിൽ എല്ലാം പ്രോക്ഷിച്ച ശേഷം പൂജ ആരംഭിക്കാം. അത് ശുദ്ധി വരുത്താനാണ് ഈ നമ്മൾ സാധാരണ ചെയ്യുന്നത്. പുണ്യാഹം അല്ലേ, ഏതൊരു കർമ്മവും ചെയ്യുന്നതിന് മുമ്പ് ഒരു പുണ്യാഹം ചെയ്ത് ആ പൂജാസാധനങ്ങളെ, ദ്രവ്യങ്ങളെ, ആ സ്ഥലത്തിനെ എല്ലാം തന്നെ ആ തീർത്ഥം തെളിച്ച് പവിത്രമാക്കി തീർക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഗണേശനെയും ലക്ഷ്മിയെയും സരസ്വതി ദേവിയെയും അവരവർക്ക് വിധിച്ചിട്ടുള്ള മൂല മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് പൂജിക്കണം. ഗംഗയെയും വിഘ്നേശ്വരനെയും പൂജിക്കണം. ക്ഷേത്രപാലകനെയും യമുനെയും പൂജിക്കണം. അസ്ത്ര ദേവതകളെയെല്ലാം പൂജിക്കണം. ആകാശങ്ങളെയും അതേമാതിരി തന്നെ ദിക്കുകളെയും എല്ലാം പൂജിക്കണം. നിർവൃതി കോണിൽ വാസ്തുവിൻ്റെ നാഥനായിട്ടുള്ള ബ്രഹ്മാവിനെ പൂജിക്കണം. പിന്നെ പഞ്ചഗവ്യമുണ്ടാക്കി മണ്ഡപത്തെ ഗുരുപ്രോക്ഷണം ചെയ്യണം. ഇതൊക്കെ ദേവീമയമാണ് എന്ന ഭാവനയോടുകൂടി മൂലമന്ത്രം ജപിച്ച് ശരമമന്ത്രം കൊണ്ട് വേണം പ്രോക്ഷണം ചെയ്യാൻ. ശരമന്ത്രം ഉച്ചരിച്ചുകൊണ്ട് മണ്ഡപത്തെ ശുദ്ധമാക്കി ധൂപങ്ങൾ കൊണ്ട് പുകച്ച്
മലര, ചന്ദനം, കടുക്, ഭസ്മം, കറുക, നാമ്പ്, നെല്ല്, അരി എന്നീ ധാന്യങ്ങൾ അവിടെയെല്ലാം തൂകണം. അതിനുശേഷം കുശപ്പുല്ലുകൊണ്ട്, ദർഭപ്പുല്ലുകൊണ്ട് ഉണ്ടാക്കിയ ചൂലുകൊണ്ട് അവയെ അടിച്ചുമാറ്റി ഈശാന ദിക്കിലായി കൂട്ടിവെക്കണം. പുണ്യാഹം കഴിഞ്ഞ് ശുദ്ധമാക്കുകയും ചെയ്യണം. പിന്നീട് ആസനത്തിൽ ഇരുന്ന് ശിഷ്യന് ഉപദേശിക്കുവാൻ ഉദ്ദേശിക്കുന്ന മന്ത്രത്തിന്റെ ദേവതയെ ധ്യാനിക്കണം. ഭൂതശുദ്ധാദികളെ മുമ്പ് വിവരിച്ചതുമാതിരി ചെയ്ത് ശിഷ്യന് ഉപദേശിക്കാൻ ഉദ്ദേശിക്കുന്ന മന്ത്രത്തിന്റെ ഋഷി ന്യാസങ്ങൾ ചെയ്യണം. ഋഷിയെ ശിരസിലും ഛന്ദസ് മുഖത്തും ദേവതയെ ഹൃദയാംഭോജത്തിലും ബീജം ഗുഹ്യത്തിലും ന്യസിക്കണം. പാദങ്ങളിൽ ശക്തിയെയും ന്യസിച്ച് 3 തവണ കൈകൊട്ടി താളത്രയ ശബ്ദമുണ്ടാക്കി ജോബിലും അന്തരീക്ഷത്തിലും ഭൂമിയിലും ഉള്ള വിഘ്നങ്ങളെ അകറ്റി ദിഗ്ബന്ധനം ചെയ്യണം. അതിനുശേഷം മൂലമന്ത്രം സ്മരിച്ചുകൊണ്ട് പ്രാണായാമം ചെയ്ത് ഓം അം നമ എന്ന് ചൊല്ലി ശിരസിൽ ന്യസിക്കണം. ഇപ്രകാരം സർവസ്ഥാനങ്ങളിലും ഓം അം നമ, ഓം ആം നമ, ഓം ഇം നമ, ഓം ഈം നമ എന്നിങ്ങനെ ന്യസിച്ച് മൂലമന്ത്രം കൊണ്ട് അങ്കുഷ്ടം തുടങ്ങിയ അങ്കുലികളെയും ഹൃദയാദികളെയും ക്രമത്തിന് ഷഡംഗന്യാസം ചെയ്ത് ആദ്യം പ്രണവവും അവസാനം നമഃ, സ്വാഹ, വഷഡ്, ഹും, വൗഷഡ് എന്നിവ ഓരോന്നും ചേർന്നതാണ് ന്യാസമന്ത്രം. ഇങ്ങനെ 6 ന്യാസങ്ങളാണ് ഷഡംഗന്യാസം എന്ന് പറയുന്നത്. ഓം ഹൃദയായ നമഃ, ഓം ശിരസേ സ്വാഹ, ഓം ശിഖായേ വഷഡ്, ഓം കവചായ ഹും ഇങ്ങനെ ഉള്ളതിനെയാണ് ന്യാസിക്കുക എന്ന് പറയുന്നത്. ശരീരത്തെ തന്നെ ദേവിയുടെ ശുഭാസനമായിട്ട് സങ്കല്പിക്കണം. വലത്തെ തോളിൽ ധർമ്മത്തെയും ഇടത്തെ തോളിൽ ജ്ഞാനത്തെയും ന്യസിക്കണം. ഇടത്തെ തുടയിൽ വൈരാഗ്യത്തെയും വലത്തെ തുടയിൽ ഐശ്വര്യത്തെയും മുഖത്ത് അധർമ്മത്തെയും ന്യസിക്കണം. ഇടത്തെ പള്ളയിലും നാഭിപ്രദേശത്തും വലത്തെ പള്ളയിലും യഥാക്രമം അജ്ഞാനത്തെയും അനൈശ്വര്യത്തെയും വൈരാഗ്യത്തെയും ന്യസിക്കണം. ധർമാദികളാണ് പീഠത്തിന്റെ 4 കാലുകള്. അതുപോലെ അധർമാദികള് 4 എണ്ണമാണ് അതിന്റെ പലകയും എന്നാണ് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. മന്ത്രവേദി ആയവൻ കലകളോടുകൂടി ഇതിലെല്ലാം നശിക്കേണ്ടതുണ്ട്. അതിനെ ചുരുക്കി പറഞ്ഞു തരാം. സൂര്യന് 12ഉം ചന്ദ്രന് 16ഉം കലകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അഗ്നിക്ക് 10 കലകളുണ്ട്. അവരെ ആ കലകളോടുകൂടിയാണ് നശിക്കേണ്ടത്. പിന്നെ അവർക്ക് മിഥ്യയായ സത്വ, രജ, തമസ്സുകളെയും നശിക്കണം. അതിനു മീതെ ആത്മാവിനെയും അന്തരാത്മാവിനെയും പരമാത്മാവിനെയും ജ്ഞാനാത്മാവിനെയും നശിക്കേണ്ടതുണ്ട്. ഇതാണ് പീഠകൽപ്പന എന്ന് പറയുന്നത്. ഇതെല്ലാം ഇവിടെ വളരെ ദീർഘമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ കൽപ്പത്തിൽ പറഞ്ഞ പ്രകാരം ആമോദമുളവാക്കുന്ന മുദ്രകൾ കാണിക്കണം. മുദ്രകൾ കാണിക്കുന്നത് മൂലം ദേവിക്ക് പ്രസാദമുണ്ടാകും. പിന്നെ മുന്നിലായിട്ട് ഒരു ഷഡ്കോണവും അതിനുപരിയായി വൃത്തവും അതിൻ്റെ മധ്യത്തിൽ സമചതുര മണ്ഡലവും വരയ്ക്കണം. അതിൻ്റെ നടുക്കായിട്ട് ത്രികോണം വരച്ച് ശംഖമുദ്ര കാട്ടണം. പുഷ്പാദികൾ കൊണ്ട് ഷഡ്കോണങ്ങളിലും ഷഡംഗ അർച്ചന ചെയ്യണം. അഗ്നികോണം തുടങ്ങി വലം വെച്ചാണ് ഷഡംഗാർച്ചന ചെയ്യേണ്ടത്. പിന്നെ ശംഖിന് ആധാരമായ ശംഖുകാലെടുത്ത് അസ്ത്രമന്ത്രം കൊണ്ട് പ്രോക്ഷിച്ച